എന്താണ് നമ്മുടെ ദൈവം എന്നുള്ളത് കൊണ്ട് വിഭാവനം ചെയ്യുന്നത് എന്ന് വളരെ പ്രസക്തമാണ് എന്ന് പറഞ്ഞല്ലോ. ഗോഡും റിയാലിറ്റിയും തമ്മിലുള്ള സാമ്യമോ അന്തരമോ നമ്മൾ കൃത്യമായിരിക്കണമെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തില് ദൈവം മാണി റെയിൻബോയിൽ കണ്ടെത്തിയ സൗന്ദര്യം തന്നെയാകുന്നു. ക്വാളിറ്റിയെ വിശദീകരിക്കുന്നതിന് നമുക്ക് ക്വാണ്ടിറ്റിയും ആവശ്യമാണ് എന്നുള്ള പ്രൊപ്പോസിഷനോട് ഞാൻ യോജിക്കും. ക്വാളിറ്റിയെ വിശദീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് ക്വാണ്ടിറ്റി മതിയാകുമെന്ന് പറയുമ്പോൾ ക്വാളിറ്റിയുടെ പകുതി പോലും ക്വാളിറ്റി ആയിട്ടില്ല എന്നുള്ളത് എൻ്റെ ഒരു അനുമാനം. ദൈവത്തെ പുറത്തു നിന്നുള്ള എന്തോ ഫെനോമിനായിട്ട് കാണാതെ ഈ പൊടിപടലങ്ങളും ലൈറ്റിന്റെ വർണ്ണങ്ങളും പ്രകൃതി പ്രതിഭാസങ്ങളും ഒക്കെ കൂടി ചേർന്ന് ഭിന്നയിപ്പിക്കുന്ന ആ സൗന്ദര്യ ബോധം തന്നെയായിട്ട് ഈശ്വരനെ കാണുന്നവരുണ്ട്, റൊമാന്റിസ്റ്റുകളുണ്ട്, കവികളുണ്ട്. എനിക്ക് ഫിസിസിസ്റ്റുകളോട് മാണി പറഞ്ഞില്ല ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്ലനേഷൻ സഫിഷ്യന്റ് ആകുമെന്ന്. അത് മതിയാകുമോ എന്നുള്ളതാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. കിറ്റ് ബട്ട്ലർ പറയുന്നതാണ്. കാരണം എന്താണ്, മനോഹരമായ ഒരു റെയിൻബോയെ അവര് കില്ല് ചെയ്യുന്നത്, കൊന്നുകളയുക. എങ്ങനെ? ഇത് പൊടിപടലങ്ങളും പ്രകാശകിരണങ്ങളും തമ്മിലുള്ള ഒരു ഇന്റർപ്ലേ ആണെന്ന് പറഞ്ഞ ഒരുതരം ഓപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭൗതിക ശാസ്ത്രത്തിനകത്ത് കവിതയുണ്ട്, ഭൗതിക ശാസ്ത്രത്തിനകത്ത് മിസ്റ്റിസിസം ഉണ്ട് എന്ന്. അത് ഭൗതിക ശാസ്ത്രത്തിൽ പറയുന്ന കാര്യം. ക്വാണ്ടം ഭൗതികത്തിനകത്ത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് മുഴുവനും തന്നെ ഒരു റെയിൻബോയാണ്. ഒബ്സർവർ ക്രിയേറ്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. റെയിൻബോ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്ലി റിയൽ ബട്ട് നോട്ട് ആൻ ഓബ്ജക്റ്റ്. ഒബ്ജക്റ്റീവ് ആണോ? അതെ. എന്നാൽ ഓബ്ജക്റ്റ് ആണോ? അല്ല. അതൊരു ഓപ്റ്റിക്കൽ ഇല്യൂഷൻ ആണെന്ന് നമുക്കറിയാം. ഈ പ്രപഞ്ചം മുഴുവനും അങ്ങനെയാണ് എന്നുള്ളതാ കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ പറയുന്നത്, ഒബ്സർവർ ക്രിയേറ്റഡ് റിയാലിറ്റി സ്കൂളിൽ പറയുന്നത്. സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്ലനേഷൻസ് ഒരു റെയിൻബോയെ വിശകലനം ചെയ്യുന്നതിന് പോലും തീർത്തും അപര്യാപ്തമാകുന്നു എന്നുള്ളത്. സോ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ബ്യൂട്ടി എന്ന് പറഞ്ഞ സാധനം ഉദ്ദേശിച്ചത് ഒരു ഒബ്ജക്റ്റീവ് ഫീച്ചർ ഓഫ് റിയാലിറ്റി ആയിട്ടാണ്, നോട്ട് സംതിങ് ഡിപ്പെൻഡന്റ് ഓൺ ദി ഒബ്സർവർ. ഒബ്സർവറിനെ ഇൻഡിപെൻഡന്റ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ആയിട്ടാണ് ഞാൻ ബ്യൂട്ടിയെ ആ ഒരു എന്റെ എക്സാമ്പിളിൽ ഞാൻ കൺസിഡർ ചെയ്തത്. അതായത് ഈവൻ ഇഫ് ദർ ആർ നോ ഒബ്സർവേഴ്സ്, ആ റെയിൻബോയ്ക്ക് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു തിയറി ബേസിലാണ് ഞാനത് പറഞ്ഞത്. സോ ഞാൻ ആ എക്സാമ്പിൾ കൊണ്ട് ഉദ്ദേശിച്ച സാധനം pretty much എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈവൻ ആ ബ്യൂട്ടി എന്ന് പറഞ്ഞ ആ ഒരു ക്വാളിറ്റേറ്റീവ് സാധനം, അത് ഈ പറയുന്ന എല്ലാ ഫിസിക്കൽ ഫാക്ട്സും അബൌട്ട് ദാറ്റ് റെയിൻബോ, അത് ആ ഒരു ഫാക്ട്സ് എക്സ്പ്ലെയിൻഡ് ആകുമ്പോഴേക്കും, ആ ഒരു ഫാക്ട്സ് ആക്ച്വൽ ആകുമ്പോഴേക്കും ആ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ അവിടെ വരും. വി ക്യാൻ റെഡ്യൂസ് ബ്യൂട്ടി ടു ഈ പറയുന്ന ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോഴും എനിക്ക് വ്യക്തമാകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗോഡ് ഈ പറയുന്ന പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ ആകുന്നത്? ഹൗ ഇസ് ഗോഡ് എക്സ്പ്ലെയിനിങ് തിങ്സ് ബെറ്റർ? നമുക്ക് ഫസ്റ്റ് ഈ പറയുന്ന ഇൻകംപ്ലീറ്റ്നെസ് തിയറം വെച്ച് തന്നെ തുടങ്ങാം. റെയിൻബോയ്ക്ക് ശാസ്ത്രം കൊടുക്കുന്ന ഫിസിക്കൽ എക്സ്പ്ലനേഷൻസ് പെർഫെക്റ്റ്ലി കംപ്ലീറ്റ്, അതിൽ തന്നെ കംപ്ലീറ്റ് ആണ് ഫിസിക്കൽ എക്സ്പ്ലനേഷൻ. എന്നാൽ അതിനെ അനുധാവനം ചെയ്യുന്ന റിലേഷണാലിറ്റി, അതിന്റെ പിന്നിൽ ഒരു ഡിസൈൻ ഉണ്ടോ, അത് ജനറേറ്റ് ചെയ്യുന്ന ഓവറോൾ എസ്തെറ്റിക്സ് ആൻഡ് ഇംപ്രഷൻ, അത് ജനറേറ്റ് ചെയ്യുന്ന ഡിലൈറ്റ്, ഇതുമെല്ലാം റിയാലിറ്റിയുടെ ഭാഗമാകുന്നു. അതുകൊണ്ട് ഒരു പ്യുവർലി സ്ട്രക്ചറൽ ഫങ്ഷണൽ എക്സ്പ്ലനേഷൻ മതിയാകില്ല. റിയാലിറ്റിയെ റിലേഷണൽ ടേംസിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ള ബോധമാണ് ഞാൻ അതിനോട് പറയാൻ ആഗ്രഹിച്ചത്. രണ്ടാമതായിട്ട് നമുക്ക് ഗേഡൽസ് തിയറത്തിലേക്ക് വരാം. മാണി ചോദിക്കുന്നത് എപ്രകാരമാണ് ഗേഡൽസ് തിയറം ദൈവത്തിലേക്ക് എന്തെങ്കിലും വിരൽ ചൂണ്ടുന്നുണ്ടോ എന്നുള്ള സംഗതി. ഫിസിക്കൽ എക്സ്പ്ലനേഷന്റെ, ഫിസിക്കൽ ലോജിക്കിന്റെ, നമ്മുടെ നിലവിലിരിക്കുന്ന നമ്മുടെ ക്ലാസിക്കൽ ലോജിക്കിന്റെയും ലോസ് ഓഫ് നേച്ചറിന്റെയും മാത്തമാറ്റിക്സിന്റെയും ഒക്കെ പരിമിതികൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, ആ പരിമിതികളിൽ അന്തർലീനമായിരിക്കുന്ന അതിഭൗതികതയിലേക്കാണ് ഞാൻ പോകുന്നത്. അതാണ് എൻ്റെ സ്റ്റാർട്ടിങ് മെറ്റഫിസിക്കൽ സൂപ്പർനാച്ചുറൽ ഓർ തിയിസ്റ്റിക് ആംഗിൾ ഓഫ് അറ്റാക്ക് എന്ന് പറയാം. അറ്റാക്ക് എന്നുള്ളതല്ല, ആംഗിൾ ഓഫ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഏതായാലും ഗേഡൽസ് തിയറം മാത്തമാറ്റിക്സിലെ വലിയൊരു വിപ്ലവം തന്നെയായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന അബ്സല്യൂട്ട് സെർട്ടിറ്റ്യൂഡിന്റെയും ഒബ്ജക്ടിവിറ്റിയുടെയും എക്സാക്റ്റിറ്റ്യൂഡിന്റെയും പ്രസിഷന്റെയും ഒക്കെ ക്ലെയിമുകൾ മാത്തമാറ്റിക്സിൽ അടിസ്ഥാനം ഇളക്കിയ അടിസ്ഥാന ശിലകൾ തന്നെ പറിച്ചെറിഞ്ഞ ഒരു കണ്ടുപിടുത്തമായിരുന്നു ഗേഡൽസ് തിയറം എന്ന്. അന്നുണ്ടായിരുന്ന ഏറ്റവും ഭൗതിക ലോകത്തിലെ ശാസ്ത്രത്തിലെയും ഗണിതത്തിലെയും ഒക്കെ ബെസ്റ്റ് ജീനിയസുകൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഗേഡലും ജീവിച്ചിരുന്നത്. അവർക്ക് ആർക്കും ഗേഡലിന് മറുപടി കൊടുക്കാൻ സാധിച്ചില്ല. ഇന്നും ആരും ഗേഡൽസ് തിയറത്തെ റെഫ്യൂട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹം അതിൽ നിന്നും കൊണ്ടുവരുന്ന ചില മെറ്റഫിസിക്കൽ ക്ലെയിമുകൾ ഡിബേറ്റബിൾ ആണ്. ഞാൻ തന്നെ സൂചിപ്പിച്ചല്ലോ, സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഗണിതത്തെ തന്നെ തെളിയിക്കാൻ സാധിക്കുകയില്ല. 5 1 6 ആണെന്നുള്ളത് തെളിയിക്കാൻ പോലും നമുക്ക് വേറെ അരിത്തമെറ്റിക് സിസ്റ്റത്തിന്റെ സഹായം വേണ്ടി വരുന്നു, പ്ലസ് അതിനകത്ത് കടന്നു വരുന്നതെന്ന്.
അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റവും അതിൽ തന്നെ കൊഹിയറന്റ് ആകുന്നില്ല എക്സ്പ്ലനേഷനില്. വി നീഡ് അഡീഷണൽ ഹെൽപ്പ് എന്നുള്ളത്. ഈ അഡീഷണൽ ഹെൽപ്പ് എങ്ങനെയാ നമ്മൾ എങ്ങനെയാ ദൈവത്തിലേക്ക് പോകുന്നത് എന്നുള്ള ചോദ്യം വരാം. അവിടെയാണ് മെറ്റഫിസിക്സിലേക്ക് നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ ഈ പ്രപഞ്ച ആകമാനം നമ്മളൊരു സിസ്റ്റമായിട്ട് എടുക്കുകയാണെങ്കിൽ നിലവിലിരിക്കുന്ന പ്രപഞ്ച പ്രതിഭാസങ്ങൾ അവയിൽ തന്നെ പല പരിമിതികൾ ഉള്ളതുകൊണ്ടും എക്സ്പ്ലനേറ്ററി ഗ്യാപ്പുകൾ ഉള്ളതുകൊണ്ടും ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് ആണ് ഒരു പരിധിവരെ ഞാൻ ഇവിടെ ഉന്നയിക്കുന്ന പോയിന്റ്. അതും വാലിഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ ഇൻകൺക്ലൂസീവ് എക്സ്പ്ലനേഷൻസ് നമുക്ക് പ്രപഞ്ചം എന്ന് പറയുന്ന സിസ്റ്റത്തെ പറ്റി മൊത്തത്തിൽ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ തൃപ്തികരമായിട്ടുള്ള, ഞാൻ ആദ്യം ഉന്നയിച്ചതുപോലെയുള്ള അന്തിമമായിട്ടുള്ള ഒന്നും കൂടെ റീസണബിളി റാഷണലി ഇമ്പോസിംഗ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നമുക്ക് കിട്ടുവാൻ വേണ്ടി അതിഭൗതിക ബിംബങ്ങളുടെ, പ്രതീകങ്ങളുടെ, യാഥാർത്ഥ്യങ്ങളുടെ സഹായം നമ്മൾ നേടുന്നത് നല്ലതാണ്. അവിടെയാണ് ദൈവികത കടന്നു വരുന്നത്, ഡിവൈൻ ഒറിജിൻ. ഡിവൈൻ എന്ന് പറയുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു തിയോളജിക്കൽ കോൺസെപ്റ്റ് ആണ്. അത്രയും നമുക്ക് സയൻസിൽ നിന്ന് മാത്തമാറ്റിക്സിൽ നിന്ന് പോകാനായിട്ട് സാധിക്കുകയില്ല. മാണി ഈ പോയിന്റ് ഒന്ന് മാണി പിക്കപ്പ് ചെയ്താൽ എനിക്ക് സന്തോഷം. നമ്മൾ പറഞ്ഞു വരുന്ന നാച്ചുറൽ ഫിസിക്കലില് ഒണ്ടോളജി ഉണ്ട്, ഫിസിക്സിൽ മെറ്റഫിസിക്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നേച്ചറും നാച്ചുറലും സൂപ്പർ നാച്ചുറലും അടുത്ത് വരുന്നു, ഫിസിക്സും മെറ്റഫിസിക്സും അടുത്ത് വരുന്നതും. അതുകൊണ്ടാണ് മാണി എന്നെ നാച്ചുറൽ തന്നെ സ്റ്റക്കപ്പാക്കി നിർത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ അഭിമുഖീകരിക്കുന്ന സൈദ്ധാന്തിക പ്രതിസന്ധി അതാണ് എന്നതും കൂടി ഞാൻ മാണിയെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. അല്ല, എന്റെ പൊസിഷൻ ഫിലോസഫിയിൽ അറിയപ്പെടുന്നത് മെറ്റഫിസിക്കൽ നാച്ചുറലിസം ആയിട്ടാണ്. സോ മെറ്റഫിസിക്സ് ഇസ് വെരി ക്ലോസ്ലി റിലേറ്റഡ് ടു വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. മെറ്റഫിസിക്കൽ നാച്ചുറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസൽ റിയാലിറ്റിയിൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രതിഭാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് മാത്രമാണ്. റൈറ്റ്. അപ്പം ദൈവം എന്ന് പറയുന്നത് ഒരു ദൈവം എന്ന് പറയുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഈ കോസൽ റിയാലിറ്റിയിൽ അതില്ല എന്നുള്ള ഒരു സൈദ്ധാന്തമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. എനിക്കിപ്പോഴും മനസ്സിലാകത്തെന്ന് പറഞ്ഞാൽ ഗോഡൽസ് ഇൻകംപ്ലീറ്റ്നെസ് തിയറം പറയുന്നത് ഒരു ആക്സിമാറ്റിക് സിസ്റ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു ആക്സിയംസിന്റെ ബേസിസിൽ ബിൽഡ് ചെയ്തൊരു സിസ്റ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ ആക്സിയംസ് വഴി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഫിനോമിനൻസ് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകും. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടാവും എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ ഒരു സാധനം, ഈ ഒരു ഗോഡൽസ് പ്രൂഫ് ഞാനും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇൻകംപ്ലീറ്റ്നെസ് തിയറി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് ഞാനും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഒരിക്കലും എൻ്റെ ഒരു ഈ നാച്ചുറൽ റിയാലിറ്റി അല്ലെങ്കിൽ കോസൽ റിയാലിറ്റിയിൽ നാച്ചുറൽ ആയിട്ടുള്ള എൻറ്റിറ്റീസ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഇതിനൊരു ഫോൾട്ട് ആയിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ദൈവത്തെ കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് ഫിസിക്കൽ കോസൽ എക്സ്പ്ലനേഷൻ മാത്രം മതിയെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്സ് മതി. ആ മാത്തമാറ്റിക്സ് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അൾട്ടിമേറ്റ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അപര്യാപ്തമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നതിൽ ഗാഡൽ തിയറത്തിൽ സൂചനകൾ ഉണ്ട് എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ശാസ്ത്രത്തിന്റെ മെത്തഡോളജിയോട് എനിക്ക് പൂർണ്ണ ബഹുമാനമാണ്. E = mc² എന്ന് പറയുന്നത് എത്ര കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. പക്ഷേ എനർജി എന്നതിന്റെ ഒണ്ടോളജി നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് ECG സുദർശൻ പറഞ്ഞതുപോലുള്ള വേദാന്തിക അദ്വൈതിക വേദാന്തത്തിലായിരിക്കാം ഒരു പക്ഷെ. അങ്ങനെ നമ്മൾ ചെയ്യാൻ പോകരുത് എന്ന് മാണി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിയോജിക്കാതിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് വീണ്ടും ഒരു ഐഡിയലിസ്റ്റിക് ഡയറക്ഷനിലാണ് അച്ഛൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു റിയാലിറ്റിയിൽ ഒരു സബ്ജക്ടിവിറ്റി ഉണ്ട്, ഫണ്ടമെന്റൽ റിയാലിറ്റിയിൽ ഒരു സബ്ജക്ടിവിറ്റി ഉണ്ട് എന്ന് പറയുന്ന ഒരു ഡയറക്ഷനിലേക്കാണ് അച്ഛൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഒരു ഹാർഡ് കോർ ഫിസിക്കലിസ്റ്റ് ആണ്. റൈറ്റ്. ഞാനൊരു ഡെക്കാർട്ടിന്റെ ഒക്കെ ഒരു വ്യൂ ഓഫ് മാറ്ററിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ആ ഡെനറ്റിന്റെ ഒക്കെ ആ ഒരു ഫിലോസഫിയോട് താല്പര്യപ്പെടുന്ന ഒരു ആളാണ് ഞാൻ ഈ കോൺഷ്യസ്നെസിന്റെ ഒക്കെ കാര്യത്തില്. ഞാൻ ഡെനറ്റിനെ വായിച്ച് മനസ്സിലാക്കുന്നത് ഈ കോൺഷ്യസ്നെസിന്റെ സബ്ജക്ടിവിറ്റി, ഒരു സബ്ജക്റ്റീവ് ഫീൽ ഓഫ് കോൺഷ്യസ്നെസ്, അതായത് നമ്മൾ കോൺഷ്യസ്നെസ് പ്രൈവറ്റ് ആണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ അടുത്തൊരു അന്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ ഇരിപ്പുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും കാഴ്ച എന്താന്നുള്ളത് ആ അന്ധനായിട്ടുള്ള മനുഷ്യന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് മാത്രം സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പറയുന്ന വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ്സ് എ ക്വാളിയ സ്റ്റേറ്റ് എന്ന് പറയാം നമുക്ക്. പിന്നെ അത് ഇറ്റ് ഇസ് ഇൻട്രൻസിക്, യു കാൺട്ട് സിംപ്ലിഫൈ ഇറ്റ് ഫർദർ. വിഷൻ എന്ന് പറഞ്ഞത് ഇനി ഇതിനേക്കാളും സിംപ്ലർ ആയിട്ടുള്ള കോൺസെപ്റ്റിലേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഈ കോൺഷ്യസ്നെസിന്റെ ഒരു ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ ക്വാളിയ എന്ന് പറഞ്ഞിട്ട് സാധനത്തിന് നമ്മൾ പറയുന്ന ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടീസ് ക്വാളിയയ്ക്കുണ്ട് എന്നുള്ളത് നമുക്കൊരു ഇല്യൂഷൻ ആയിട്ട് തോന്നുന്നതാണ്. ക്വാളിയ നമ്മൾ പൊതുവെ കുറച്ച് പ്രോപ്പർട്ടീസിന്റെ ബേസിസിലാണ് മനസ്സിലാക്കുന്നത്. ക്വാളിയ നമ്മൾ പൊതുവെ പ്രൈവറ്റ് ആണെന്ന് പറയാറുണ്ട്. അതായത്
ഈ പറയുന്ന ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്ക് മാത്രം എന്താണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ക്വാളിയ എന്ന് പറയുന്നത്. പിന്നെ അത് ഇൻട്രൻസിക് ആണ്, അതിനെ വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതൊരു അറ്റോമിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പിന്നെ അത് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് എൻ്റെ ക്വാളിയ എന്താന്നുള്ളത്. ഓക്കെ, സോ അങ്ങനെയുള്ള കുറെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ക്വാളിയയ്ക്ക് കൊടുക്കുന്നത്, മനസ്സിലായി. ആ പ്രോപ്പർട്ടീസ് കാരണമാണ് മാറ്ററിന് ഒരിക്കലും ഈ ക്വാളിയ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല അത് നമുക്ക് തോന്നാനുള്ള കാരണം മാറ്റർ ഫണ്ടമെന്റലി പ്രൈവറ്റ് അല്ല, മനസ്സിലായി. എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മാറ്റർ എന്ന് പറഞ്ഞാൽ. മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പ്രോപ്പർട്ടികളോട് എല്ലാം വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഒരു ഫിനോമിനനാണ് ഈ മാറ്റർ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ, മനസ്സിലായില്ലേ. സോ അവിടെയാണ് ഈ ഒരു ഹാർഡ് പ്രോബ്ലം എറൈസ് ചെയ്യുന്നത്. ഈ ഒരു ക്വാളിയ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള പ്രോപ്പർട്ടീസും മാറ്ററിന് വ്യത്യസ്തമായിട്ടുള്ള പ്രോപ്പർട്ടീസും മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രോപ്പർട്ടീസും വരുമ്പോഴാണ് എങ്ങനെയാണ് ഈ മാറ്റർ ഈ ക്വാളിയയെയും കോൺഷ്യസ്നെസ്സിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ചോദ്യമൊക്കെ അറൈസ് ചെയ്യുന്നത്. അപ്പൊ ഡെനറ്റ് പറയുന്നത് ഈ ഒരു ക്വാളിയയ്ക്കുള്ള ഒരു സബ്ജക്റ്റീവ് ഫീൽ, ഒരു സബ്ജക്റ്റീവ് ആണ് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ്. ഇപ്പൊ ഞാൻ 3 പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഒരു ഇല്യൂഷൻ ആണ്. ശരിക്കും ക്വാളിയയ്ക്ക് അങ്ങനെയുള്ള ആ ഒരു പ്രോപ്പർട്ടീസ് ഇല്ല. അതൊരു ജസ്റ്റ് ഒരു ഇല്യൂഷൻ മാത്രമാണ് എന്ന് പറയുന്ന ഒരു വ്യൂ ആണ് ഡെനറ്റ് ഡിഫെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതിന് ഡെനറ്റ് പല ആർഗ്യുമെന്റ്സ് പല തോട്ട് എക്സ്പെരിമെന്റ്സിന് കൊണ്ടുവരാറുണ്ട്. ഈ തോട്ട് എക്സ്പെരിമെന്റുകൾ ഡെനറ്റ് കാണിക്കുന്നത് ഈ ക്വാളിയ എന്ന് പറയുന്ന ഇപ്പൊ ഈ 3 പ്രോപ്പർട്ടീസ് 3-4 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ 3-4 പ്രോപ്പർട്ടീസ് ക്വാളിയയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ദർ വിൽ ബി കോൺട്രഡിക്ഷൻസ്. ആ തോട്ട് എക്സ്പെരിമെന്റ്സിലൂടെ അറ്റ് സം പോയിന്റ് ഡെനറ്റ് വിൽ ഷോ ദാറ്റ് അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്, ഈ പ്രോപ്പർട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും വയലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിച്ച് ഈ ഒരു പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് തോന്നുന്ന ഒരു ഇല്യൂഷൻ മാത്രമാണ് എന്ന് കൺക്ലൂഡ് ചെയ്യാണ് ഡെനറ്റ് ചെയ്യുന്നത്. അപ്പം ഈ പ്രോപ്പർട്ടീസ് ഒരു ഇല്യൂഷൻ ആണ്, ശരിക്കും ക്വാളിയയ്ക്ക് ഈ പ്രോപ്പർട്ടീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഹാർഡ് പ്രോബ്ലം ഇല്ല. യു ക്യാൻ എക്സ്പ്ലെയിൻ ദിസ് ക്വാളിയ സ്റ്റേറ്റ്സ് യൂസിങ് ഈ പറയുന്ന മാറ്റർ. സോ അതിനെയാണ് ആ പ്രോപ്പർട്ടീസിനെയാണ് ഡെനറ്റ് എലിമിനേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ക്വാളിയ ഇല്ല എന്ന് പറയുന്നില്ല. ക്വാളിയയ്ക്ക് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് നമുക്കൊരു ഇല്യൂഷൻ ആണ് എന്നുള്ളതാണ് ഡെനറ്റിന്റെ വാദം. അത് കുറച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു വ്യൂ ആണ്, നമ്മുടെ ചാനലിൽ അധികം ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ അത് പിന്നീട് എപ്പോഴെങ്കിലും നമ്മളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഏതായാലും ഡെന്നറ്റിന്റെ സമ്മറി നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി മാണി പരിചയപ്പെടുത്തിയത് വളരെ ചർച്ചയായി. ഞാൻ മാണി നടത്തിയ നിരീക്ഷണങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുക്കുകയാണ് എങ്കിൽ, മാണി മെറ്റഫിസിക്കൽ നാച്ചുറൽ മെറ്റഫിസിക്കലിസം അല്ലേ, ഐഡിയലിസ്റ്റ്. എന്നെ മെറ്റഫിസിക്കൽ ഐഡിയലിസ്റ്റ് ആയിട്ട് മാണി കാണുന്നു. മാണിയുടേത് നാച്ചുറൽ മെറ്റഫിസിക്സ് ആണ് എന്നുള്ള ആശയമാണ് മാണി പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായും ഒരുപാട് ചിന്തകർ ആ കാഴ്ചപ്പാട് പുലർത്തുന്നവരുണ്ട്. മാണിക്കും അറിയാമായിരുന്നു, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മാണി പരിചയമുള്ള ആള്. എന്നാൽ ഈ നിലപാട് പുലർത്തിയിരിക്കുന്നവർ, ഞാൻ തുടങ്ങിയ പ്രൊപ്പോസിഷൻ തന്നെ എന്താണ്, നമ്മുടെ ഒരു 100 വർഷം മുമ്പുണ്ടായിരുന്ന ശാസ്ത്രത്തിന് അത് മതിയാകുമായിരുന്നു. ഞാനും മാണിയെ പോലെ അന്വേഷകനാണ്. ഞാനും ദൈവം ഇല്ലായിരുന്നെങ്കിൽ ആഗ്രഹിച്ചിരുന്ന ആളാണ്, അല്ലെങ്കിൽ ഇപ്പോഴും അന്വേഷിക്കുന്ന ആൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ പക്ഷെ ശാസ്ത്രം എന്നെ ഒരുപാട് സഹായിക്കുന്നു. കൂടുതൽ എൻ്റെ തന്നെ ചിന്താ പദ്ധതികളെ നവീകരിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും എൻ്റെ തന്നെ ദൈവശാസ്ത്ര ബോധ്യങ്ങളെ അന്വേഷണത്തിന് സഹായിക്കുന്നു. അതുകൊണ്ട് ഈ ലോജിക്കൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സിന്റെ മാത്രം ചട്ടക്കൂടിൽ നിന്ന് നമ്മൾ ന്യൂ ഫിസിക്സിലേക്കും ന്യൂ ബയോളജിയിലേക്കും കമ്പ്യൂട്ടർ ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്കും ഒക്കെ പ്രവേശിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് പദാർത്ഥത്തെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻസ് മാണി പറഞ്ഞ ക്വാളിയയെ സംബന്ധിക്കുന്നതിന്റെ പുതിയ ഇൻസൈറ്റുകൾ ലഭിക്കുന്നു. അവയോട് നമ്മൾ നീതി പുലർത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ തുറവിയോടുകൂടി അന്വേഷണങ്ങളാകാം. ഞാൻ ഉപദേശിക്കുകയാണ് എന്നുള്ളത് കരുതരുത്, എൻ്റെ ഒരു നിഗമനം പറയുന്നത്. അങ്ങനെയാണ് ഫ്രാൻസിസ് കോളിൻസ്, അല്ലെങ്കിൽ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ ഡയറക്ടർ ആയിരുന്ന ആളാണ്. മാണിയുടെ അതേ പൊസിഷൻ തന്നെ ഹോൾഡ് ചെയ്തിരുന്ന ആളായിരുന്നില്ല. അദ്ദേഹത്തിന് കൺഫ്യൂഷനെങ്കിലും ഉണ്ടായി. ജീനോമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ക്വാളിയ മുഴുവനും വെറും ആക്സിഡന്റൽ ഇന്ററാക്ഷൻസ്, കണക്ഷൻസ് വഴിയായിട്ട് ഉണ്ടാകാൻ സാധിക്കുമോ, ഇതിന്റെ പിന്നിൽ ഒരു ഡിസൈൻ ഉണ്ടോ എന്നുള്ളൊരു സംശയം. അതിനോട് അദ്ദേഹം കമ്മിറ്റ് ചെയ്താണ് അദ്ദേഹത്തിന്റെ പുതിയ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച അന്തോണി ഫ്ലിയു, അദ്ദേഹത്തെയും ഹാർഡ് കോർ എത്തിയസിന്റെ വക്താവായിരുന്നല്ലോ, അദ്ദേഹത്തെയും പിടിച്ചു കുലുക്കിയത് ശാസ്ത്രം തന്നെയാണ്. പക്ഷേ ഡെന്നറ്റ് വിശദീകരിക്കുന്നത് പോലെയുള്ള എക്സ്പ്ലനേഷൻ അദ്ദേഹത്തിന് മതിയാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഐ ഗോ there where reason leads me.
ഇത് പറയുന്നത് ആന്റണി ഫ്ലൂ ആണ്. യുക്തി എന്നെ എങ്ങോട്ട് നയിക്കുന്നു അങ്ങോട്ട് ഞാൻ പോകുമെന്നാണ് പറയുന്നത്. ഒരു പൊസിഷനിലേക്ക് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആളായിരുന്നില്ല ആന്റണി ഫ്ലൂ. അദ്ദേഹത്തിന് പുതിയ പുതിയ സമീപനങ്ങളോട് തുറവിയുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം വിശ്വാസിയായിട്ടൊന്നുമില്ല. അത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന കാര്യമാണ്. ബൈബിളിലെ ദൈവത്തെയൊക്കെ അദ്ദേഹം, പഴയ നിയമത്തിന്റെ ദൈവത്തെ അദ്ദേഹം ഓക്സിഡന്റൽ സദ്ദാം ഹുസൈൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ രീതിയിലുള്ള കാഴ്ചപ്പാട്ടിലേക്ക് വന്ന ആളല്ല. അതുകൊണ്ട് അന്വേഷണങ്ങളിൽ നമുക്ക് കൂടുതൽ വിശാലതകൾ അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ ഇത് എന്നുള്ളത് എനിക്കൊരു തോന്നൽ. വീണ്ടും നാച്ചുറലിസ്റ്റിക് മെറ്റഫിസിക്കൽ ഐഡിയലിസം ആ പൊസിഷൻ ബേസിക്കലി. പക്ഷെ ഞാൻ ഒരു ഇസത്തിലും പിടികൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ഒരു ഇസം പൊളിസത്തെ എംപ്രൈസ് ചെയ്തതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഏതെങ്കിലും ഒരു ശാസ്ത്രത്തെ ഇന്ന് എംപ്രൈസ് ചെയ്യുന്നവൻ അടുത്ത നൂറ്റാണ്ടിൽ നിശ്ചയമായും അല്ലെ അടുത്ത വർഷമോ അടുത്ത ദശാബ്ദത്തിലോ വിധവയായി മാറുമെന്നുള്ളത് തന്നെ എൻ്റെ വിശ്വാസം. കാരണം അത്രമാത്രം വൈജ്ഞാനിക വിസ്ഫോടനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലഘട്ടമാണിത്. അത് ശാസ്ത്രത്തിലൂടെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ചിന്താപദ്ധതികളോട് നമുക്ക് തികഞ്ഞ തുറവി ഉണ്ടാകേണ്ടതും ആവശ്യമാണ്. അത് ഞാൻ ദൈവശാസ്ത്രത്തിൽ എന്ന നിലയിലായാലും തത്വശാസ്ത്രത്തിൽ എന്ന നിലയിലായാലും ആ തുറവി പുലർത്താൻ ബാധ്യസ്ഥനുമാണ്. അതിനേക്കാൾ ഉപരി ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുക മെറ്റാ നാച്ചുറൽ മെറ്റഫിസിഷ്യൻ എന്നായിരിക്കും, അല്ലെ മെറ്റാ നാച്ചുറൽ ഐഡിയലിസ്റ്റ് എന്നായിരിക്കും ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, നാച്ചുറലിസവും സൂപ്പർ നാച്ചുറലിസവും അടുത്തു വരുന്നതാണ് എൻ്റെ മാറ്ററിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അതിന് സബ്ജക്റ്റീവ് എലമെന്റിന്റെ ഒരു പ്ലേ ആണ് മാണി അതിൽ നിരീക്ഷിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. സബ്ജക്റ്റീവ് എന്നതിനേക്കാൾ ഉപരി ഞാൻ അതിൽ കാണുക മെന്റൽ സ്പിരിച്വൽ ടു സ്ട്രോങ് ഒരു ടൈമാണ് ഇവിടെ സ്പിരിച്വൽ എന്ന് പറയുന്നത്. മെന്റൽ സ്പിരിച്വൽ നേച്ചർ ഓഫ് മാറ്റർ, ആ രീതിയിലുള്ള ഒരു ദ പ്രൈമസി ഓഫ് ഐഡിയ ഇറ്റ്സെൽഫ്. ഡെന്നറ്റ് സൂചിപ്പിക്കുന്ന ക്വാളിയ എന്ന് പറയുന്നതിനെ പറ്റി ഒരുപാട് ഫിലോസഫേഴ്സ് അതിനു മുമ്പ് തന്നെ ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് യൂണിവേഴ്സൽ ഐഡിയാസ് എത്തിച്ചേരുന്നത്? യൂണിവേഴ്സൽസ്, ദ കോൺട്രവേഴ്സി ഓഫ് ദ യൂണിവേഴ്സൽസ് തന്നെ വെസ്റ്റേൺ ഫിലോസഫിയിൽ ഒത്തിരി പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ പ്രാക്ടിക്കലി അതിനു മുന്നേ അച്ഛൻ നേരത്തെ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് അഡ്രസ് ചെയ്തിട്ട് അടുത്ത പോയിന്റിലേക്ക് പോയാലോ, ഡെനറ്റിന്റെ ഈ പോയിന്റിലേക്ക്. മതി. ആ കോസൽ എന്നുള്ള പോയിന്റ് മാണി പലതും പറഞ്ഞത് ഞാൻ പ്രതികരിച്ചില്ല. അതിനോടും കൂടി ഒരു വിശദീകരണം തരാൻ ആഗ്രഹിക്കും. ഓക്കെ, മാണി പറഞ്ഞോ. നമുക്ക് അടുത്തതായിട്ട് അത് ചർച്ച ചെയ്യാം. ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ഈ സയൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മെറ്റീരിയലിസ്റ്റിക് വീക്ഷണമായിരിക്കാം, ഒരു നാച്ചുറലിസ്റ്റിക് വേർഷൻ ആയിരിക്കാം ശരിയായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഗോഡ് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ഉണ്ട്, സോൾ എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ഉണ്ടായിരുന്നു, പിന്നെ ഡീമൺസ്, ഡെവിൾസ്, ബാധ, പ്രേതം, ഭൂതം, മാടൻ എന്ന് പറഞ്ഞ ഒരുപാട് സങ്കല്പങ്ങൾ, സൂപ്പർ നാച്ചുറൽ സങ്കല്പങ്ങൾ നമ്മുടെ ചുറ്റിനും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ആസ് സയൻസ് പ്രോഗ്രസ്ഡ് നമ്മൾ സഫീഷ്യന്റ് ആയിട്ട് തന്നെ നമ്മൾ നാച്ചുറൽ എക്സ്പ്ലനേഷൻസ് എല്ലാം കണ്ടെത്തി. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഓക്കെ, അതെന്താന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നാച്ചുറലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ മാഡൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, അതെന്താന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നാച്ചുറലായിട്ട് നമുക്കൊരു എക്സ്പ്ലനേഷൻ ഒക്കെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഈ ഡീമൺസ്, ഇപ്പൊ നമ്മൾ പണ്ട് ഈ ഫിറ്റ്സ് വന്നുകൊണ്ട് ഇരുന്ന ആൾക്കാർ, അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്നത് അവരെ എന്തോ ഡീമൺ പൊസസ് ചെയ്യാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല, അത് കംപ്ലീറ്റ്ലി ഒരു നാച്ചുറൽ പ്രോസസ് ആണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്താൻ സാധിച്ചു. അപ്പം സയൻസിന്റെ പ്രോഗ്രസ് നോക്കുമ്പോൾ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ഈ കോൺഷ്യസ്നെസിന്റെ വിഷയത്തിലേക്ക് വരുമ്പം ഞാനിപ്പോ പറഞ്ഞ ഇലൂഷനിസം എന്ന് പറയുന്ന വ്യൂ സയൻസിൽ അതൊരു നല്ല മെറ്റാ കോൺഷ്യസ്നസ് തിയറിയാണ്. കാരണം ഇപ്പോൾ ഉള്ള തിയറീസ് ഓഫ് കോൺഷ്യസ്നസ് ഇൻ സയൻസ് ഇലൂഷനിസം അസ്യൂം ചെയ്യുന്ന ഒരുപാടെണ്ണം ഉണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ട് കോൺഷ്യസ്നസിന്റെ 3 തിയറീസ് മേജർ ആയിട്ട് ഇപ്പം ഫീൽഡിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്ന് അറ്റൻഷൻ സ്കീമ തിയറി, പിന്നെ ഗ്ലോബൽ വർക്ക് സ്പേസ് തിയറി, പിന്നെ IIT ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ തിയറി. ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ തിയറി ഇസ് നോട്ട് റിയലി എ തിയറി ഓഫ് കോൺഷ്യസ്നസ്. അതൊരു ഇത്തിരി ഡിഫറെന്റ് ആണ്, ഒരു വ്യത്യസ്തമായ രീതിയിൽ മാത്തമാറ്റിക്കലി കോൺഷ്യസ്നസിനെ മോഡൽ ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യും. പക്ഷേ ഈ പറയുന്ന അറ്റൻഷൻ സ്കീമ തിയറിയും ഈ ഗ്ലോബൽ വർക്ക് സ്പേസ് തിയറിയും ഇലൂഷനിസം അസ്യൂം ചെയ്യുന്ന തിയറികളാണ്, ഇലൂഷനിസിനോട് ചേർന്ന് പോകുന്ന തിയറികളാണ്, ആൻഡ് നോട്ട് കൺസിസ്റ്റന്റ് വിത്ത് ഈ പറയുന്ന ഐഡിയലിസം ആയാലും പാൻസൈക്കിസം ആയാലും അങ്ങനെയുള്ള മറ്റുള്ള വ്യൂസുമായിട്ട് കൺസിസ്റ്റന്റ് അല്ല. അപ്പൊ ശാസ്ത്രവുമായിട്ട് കൺസിസ്റ്റന്റ് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ഇലൂഷനിസം പോലുള്ള വ്യൂസ്. അതവിടെ നിൽക്കട്ടെ. എനിക്ക് ഇപ്പോഴും വ്യക്തമാവാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ ഗോഡൽ ഇൻകംപ്ലീറ്റ്നെസ് തിയറം ആയാലും ഈ പറയുന്ന ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ് ആയാലും എങ്ങനെയാണ് ഒരു ഗോഡിന്റെ എക്സിസ്റ്റൻസിനെ ഫേവർ ചെയ്യുന്നത്? അതായത് ഒരു ഒംനിപൊട്ടന്റ് ഒംനീഷ്യന്റ് ആയിട്ടുള്ള ഒരു മൈൻഡിനെ എന്തുകൊണ്ട് അത് ഫേവർ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പിന്നെ ഒരു പോയിന്റ് നമ്മുടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. അതും
എനിക്ക് വ്യക്തമായിട്ടില്ല. അത് എങ്ങനെയാണ് ദൈവം എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ള ഒരു കാര്യം.